കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. ഹല്ലേലൂയ ഹല്ലേലൂയ. പലവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. നാമെല്ലാവരും വിശ്വാസത്തിൽ വർദ്ധിക്കണം. നാമെല്ലാവരും ഹല്ലേലൂയ വിശ്വാസം ഹല്ലേലൂയ മറ്റുള്ളവരോട് പറഞ്ഞ് ഹല്ലേലൂയ ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്ന എല്ലാ നന്മകളും ഹല്ലേലൂയ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ വർണ്ണിക്കുവാൻ, ഹല്ലേലൂയ അത് പാടുവാൻ, ഹല്ലേലൂയ ഉയർത്തുവാൻ, ഹല്ലേലൂയ ഓ യേശുവിന്റെ നാമത്തിൽ ജയത്തോടെ ഹല്ലേലൂയ ഓ വിശ്വട്ടെ. ഹല്ലേലൂയ ആ സ്നേഹത്തിൽ നമുക്ക് ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഹല്ലേലൂയ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ ജയത്തോടെ നിൽപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും ബലപ്പെടട്ടെ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഉറക്കത്തിൽ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ പറയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ശബ്ദമില്ല. മറ്റുള്ള ലോക കാര്യങ്ങളിൽ ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് വളരെ ശബ്ദത്തിൽ പറയുകയും ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തെ ആത്മാർത്ഥ ഹൃദയത്തോട് സ്തുതിക്കുന്നവരാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ സ്തോത്രം എല്ലാ അധരങ്ങളും ചലിപ്പിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതൽ വേണം. ഹല്ലേലൂയ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ അത്ഭുത കരം നമ്മൾ ഇന്ന് തൊട്ട് നമ്മളെ സൗഖ്യമാക്കുന്ന ഹല്ലേലൂയ രോഗികൾ സൗഖ്യമാകണം. ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വിടുതൽ നേടുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നമ്മുടെ സഹോദരി ആൻസി ഡാനിയലിനെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കുന്ന വിശുദ്ധ കാലം കാണുവാൻ കർത്താവിടെയാക്കി തന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ പ്രഭാതത്തിലും ആയുസ്സോടും ആരോഗ്യത്തോടും ഒരു പ്രാവശ്യം കൂടെ എഴുന്നേൽക്കുവാനും ദൈവത്തിന് മഹത്വം അർപ്പിക്കാനും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യണം. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി സ്തുതി
എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, യോർദാൻ കലങ്ങി മറിയും ജീവിതഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിതഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം താൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം താൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, നിനക്കെതിരായി വരും ആയുധം വലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം വലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ, എന്നെ എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. അതിൽ പാടാൻ ആഗ്രഹിക്കുന്നു. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്ര സ്നേഹം നീ തന്നതാ, ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്ര സ്നേഹം നീ തന്നതാ, എന്തു ഞാൻ നൽകിടും തുല്യമാ ഈ നിൻ മുൻപിൽ യാഗമാ, എന്തു ഞാൻ നൽകിടും തുല്യമാ ഈ നിൻ മുൻപിൽ യാഗമാ, ലോകത്തിൽ നിന്നകളേറി വന്നാലും മാറല്ലേ മാറയുന്നാഥനെ, ലോകത്തിൽ നിന്നകളേറി വന്നാലും മാറല്ലേ മാറയുന്നാഥനെ, എന്നു നീ വന്നിടും അന്നു ഞാൻ ധന്യനായി തീർന്നിടും, എന്നു നീ വന്നിടും അന്നു ഞാൻ ധന്യനായി തീർന്നിടും, ഇത്ര നല്ല രക്ഷകായ യേശുവേ,
ഇത്രമാ സ്നേഹം നീ ഇത്ര നല്ല രക്ഷക യേശുവേ ഇത്രമാ എന്തു ഞാൻ നൽകിടും തുല്യമാ ഏഴേ നിൻ മുൻപിൽ യാഗമാ എന്തു ഞാൻ നൽകിടും തുല്യമാ ഏഴേ നിൻ മുൻപിൽ യാഗമാ രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ രോഗങ്ങൾ ദുഃഖങ്ങൾ പീഡകളെല്ലാം എൻ ജീവിതേ വന്നിടും വേളയിൽ ദൂതന്മാർ കാവലായി വന്നപ്പോൾ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ ദൂതന്മാർ കാവലായി വന്നപ്പോ കണ്ടു ഞാൻ ക്രൂശിലെ സ്നേഹത്തെ. ഇത്രത്തോളം ദൈവസ്ഥയിൽ പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പാടുവാൻ സന്ദർഭം ഒരുക്കി തന്ന ദൈവദാസനോടും കുടുംബത്തോടും ഇടവേശനോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധി താണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മ്യൂട്ട്. നമ്മുടെ ഹല്ലേലൂയ എന്ന പാട്ടുകൾ പാടുവാനെല്ലാം ഹല്ലേലൂയ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ ആ ദേവദാസിയെയും കുടുംബത്തെയും ദൈവകരങ്ങൾ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി അനുഗ്രഹിക്കട്ടെ. സഹോദരി ആൻസി ഡാനിയലിനുള്ള ദൈവനാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്ന് ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ സഹോദരി സാറമ്മ ജോണിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിപ്പാനായിട്ട് ഹല്ലേലൂയ വിഷയങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ ആ വിഷയമായിരിക്കണം നമ്മുടെ മുന്നിൽ. ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ അത്ഭുതക്കാരൻ ദൈവം തുടരണം. ഹല്ലേലൂയ ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഹല്ലേലൂയ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കാം. സഹോദരി ഹല്ലേലൂയ സാറമ്മ ജോണിനെ ക്ഷണിക്കുകയാണ്. ദൈവനാമങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ തണലിൽ ഒരു സുപ്രഭാതം കൂടി ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ദൈവം അവസരം തന്ന ദൈവത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങി രാവിലെ ജീവനോടെ എഴുന്നേൽപ്പാൻ ജീവനുള്ള ദൈവങ്ങളായ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന അവസരത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യുവാൻ എനിക്ക് തന്ന വിഷയം ഈ അവസരം തന്ന ദൈവദാസന് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മളെ പല വിഷയങ്ങൾക്കായി ദിവസങ്ങൾ തോറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പല വിഷയങ്ങൾക്കും ദൈവം നമുക്ക് മറുപടി അയച്ചു. പല വിഷയങ്ങളും ലഭിക്കാതിരുന്നിട്ടുണ്ട്. അതിനും ദൈവഹിതപ്രകാരം ഓരോ കർത്താവ് മറുപടി അയക്കും. നിശ്ചയമാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മറുപടി അയക്കുന്ന ദൈവമാണ്. ദൈവം 63 സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെയും ഞങ്ങൾ നിന്നെ അന്വേഷിക്കും. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. വിദേശത്ത് നിൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി എന്ത് വിഷയം നമ്മൾ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി തരും. നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ തണലിൽ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് കർത്താവ് ജയം തന്നതാണ്. ഈ പ്രാർത്ഥനാ ധ്വനി പല ദേശങ്ങളിലായി ഉയരുവാൻ, പല ശാഖകളായി വർദ്ധിച്ചു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ പ്രവർത്തന ഭാരവാഹികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടതായ ബുദ്ധിയും ജ്ഞാനവും ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന നമ്മുടെ വിൽസൺ ബാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് കർത്താവ് അത്ഭുതമായ ഒരു വിടുതൽ കർത്താവ് തന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തന്നു. കർത്താവ് ആ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രിയ ബിന്ദുവിന് പൂർണ്ണ സൗഖ്യവും ബലവും ആരോഗ്യം നൽകി കർത്താവ് എത്രയും വേഗം എഴുന്നേൽപ്പിച്ച് ദൈവദാസനോടൊപ്പം ദൈവവേലയ്ക്ക് ചുവട് കൊടുക്കുവാൻ കർത്താവളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ഈ വിഷയത്തിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ.
കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ കരുണാസമന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പരമപിതാവേ എൻ്റെ അപ്പച്ച, കർത്താവെ ഒരു മനോഹരമായ രാവിലെ സമയം കൂടെ കർത്താവേ അപ്പ അവിടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രപ്പ. അങ്ങയുടെ വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവേ അപ്പ ഞങ്ങൾ കിടന്നുറങ്ങി യഹോവ ഞങ്ങളെ താങ്ങി ഉണർന്നു വിളിക്കുന്നു കർത്താവേ. രാവിലെ ദൂരോർത്തയും രാത്രി ദൂരോർത്ത് വിശ്വസ്തയും കർത്താവെ വർണ്ണിക്കുന്ന നല്ലത് അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ. രാത്രി അവിടെ ഉറങ്ങാത്തിനും മയങ്ങാത്തിനും കൂടി ഇരുന്ന അപ്പച്ച വരാമെന്ന് സകലാപത്തിൽ വിളിച്ചു കണ്ടിട്ടില്ലാത്തൊരു പുതിയ അത് ഞങ്ങൾക്ക് തന്നല്ലോ. ഇന്നത്തെ ദിവസത്തെ അപ്പച്ച അങ്ങയുടെ സ്ഥലം ഞങ്ങൾ സമർപ്പിക്കുക. അപ്പൊ അന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായ ഉയരത്തിലെ സകലവിധമായ കൃപകളും അനുഗ്രഹങ്ങൾക്കും കർത്താവെ ഞങ്ങളുടെ മേലെ വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവെ പകർന്നു കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകണമേ ഇന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച പറയപ്പെട്ട വിഷയങ്ങളെ കർത്താവിന്റെ സന്നിൽ കർത്താവെ അപ്പച്ച സ്തോത്രത്തോടെ ഏൽപ്പിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്ര അപ്പച്ച. ഈ പ്രാർത്ഥന ധ്വനി എന്ന കർത്താവെ എൻ്റെ അപ്പച്ച ഈ കർത്താവെ സംരംഭത്തെ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. നാളുകൾക്ക് മുമ്പേ എൻ്റെ കർത്താവെ പ്രിയ കർത്താദാസിന്റെ മനസ്സിൽ കർത്താവെ അവിടുന്ന് കൊടുത്ത കർത്താവെ അപ്പച്ച ഹല്ലേലൂയ കർത്താവെ ഈ വലിയ ആലോചന കർത്താവെ ഇത് ഇത്രത്തോളം പടർന്ന് പന്തലിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ കർത്താവെ. അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി ആശ്വാസമായി തീരുവാൻ തൊക്കണം അപ്പച്ച അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം 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 കർത്താവെ. തുടർന്നും കർത്താവെ ഇത് എത്താത്ത രാജ്യങ്ങളിൽ കർത്താവെ ഇതിന്റെ ശാഖകൾ കടന്ന് കർത്താവെ അപ്പ ഉണ്ടാകുവാനും കർത്താവെ അത് അനേകർക്ക് വിടുതലും അനുഗ്രഹവും ആശ്വാസമായി തീരുവാനും അനേകർ കർത്താവിനെ കണ്ടെത്തുവാനും കർത്താവെ നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാനും ഒക്കെ അപ്പ അവിടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് മൂലം കർത്താവെ എൻ്റെ അപ്പച്ച ഹല്ലേലൂയ അനേകർ കർത്താവെ വിടുതൽ പ്രാപിച്ചെടുപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഇത് പല രാജ്യങ്ങളിലും കർത്താവെ ഇതിന്റെ കർത്താവെ വേലകൾ നടക്കുന്നുണ്ടല്ലോ അപ്പ അവിടെയൊക്കെ ആയിരിക്കുന്ന കർത്താവെ ദൈവദാസന്മാരെ കർത്താവെ വ്യക്തികളായി കുടുംബങ്ങളായി അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. ഏറിയ കൃപകളാൽ പിന്നെ നിറച്ച് കർത്താവെ കർത്താവിന്റെ ഈ അന്ത്യകാല ശുശ്രൂഷ തികച്ചെടുപ്പാൻ തൊക്കണം എന്റെ കർത്താവ് കൃത സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും വേദനയിലും ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവെ അപ്പാ ഹല്ലേലൂയ ഇത് അനുഗ്രഹം വിടുതലുമാണല്ലോ കർത്താവെ. നിന്റെ സന്നിധിയിൽ കടന്നുവരുന്ന തള്ളിക്കളയാത്തോ ദൈവമാണല്ലോ കർത്താവെ. എൻ്റെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. അപ്പൊ അവിടുന്ന് സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ബെൻസൻ ബാസിനെയും കർത്താവെ പ്രിയ ബിന്ദുസിനെയും കർത്താവെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കർത്താവിന്റെ ബലമുള്ള കരുത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ അപ്പച്ച കുടുംബമായി കർത്താവെ എൻ്റെ അപ്പാ ഹല്ലേലൂയ അവിടുന്ന് ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം നടത്തിയെന്നല്ലാതെ ഒന്ന് പറയുവാനല്ലോ കർത്താവെ. കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട കർത്താവെ ആ വലിയ ആപത്തിൽ നിന്ന് കർത്താവ് കൊടുത്ത കർത്താവെ വിടുതലായി നന്ദിയോട് സ്തോത്രം സ്തോത്രപ്പ. എത്ര അങ്ങേ സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും നന്ദി കരേറ്റിയാലും മതിയാകില്ലോ കർത്താവെ. അത്രമാത്രം ഉപകാരം എൻ്റെ കർത്താവെ പ്രിയദാസിയുടെ മേൽദാസന്റെ മേൽ അവിടുന്ന് ചൊരിഞ്ഞു കൊടുത്തതിനായിട്ട് കർത്താവെ ഞങ്ങൾ പിന്നെയും ദിവസം നന്ദി പറയുന്നു കർത്താവെ. എൻ്റെ ദൈവമേ പിന്നെയും കർത്താവ് പുതിയ കൃപകളാൽ അനുഗ്രഹത്താൽ നിറച്ച ആലോചനയാൽ അഭിഷേകത്താൽ നിറച്ച് കർത്താവേ എൻ്റെ അപ്പ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ അനേകരുടെ വിടുതലിന് ആശ്വാസത്തിനുമായി കർത്താവ് പിന്നെയും കുടുംബമായി എടുത്ത കരങ്ങളെടുത്ത് ഉപയോഗിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അവിടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യത്തിന്മേലും അപ്പത്തിന്റെ അത്ഭുതത്തിന്റെ കരം കൂടെ എന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ ഇതുവരെയൊക്കെ നടത്തിയതയോ ഇനിമേലാൽ നടത്താൻ മതിയെ മാറ്റിക്കൽ നന്ദിയോട് സ്തോത്രം പ്രഭുദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ അപ്പച്ച അവിടുന്ന് കൊടുത്ത വലിയ വിടുതലിനായി പിന്നെ സ്തുതിക്കട്ടെ കർത്താവെ. എത്രയും പെട്ടെന്ന് കർത്താവെ പൂർണ്ണ സൗഖ്യാരോഗ്യം ബലവും പ്രാപിച്ച് കർത്താവെ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ തൊക്കണം. ആ കാലുകളെ മാൻപേടെ കാലിനെ തുല്യമാക്കി കർത്താവെ അവിടുന്ന് ഗിരികളിൽ ഉറച്ച് നിൽക്കുമാറാക്കുന്ന ദൈവമായിരിക്കൽ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യഹോവ നല്ലവന് രുചിസനം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന കർത്താവെ ഞങ്ങളുടെ വീട്ടിൽ വായിക്കുന്ന പോലെ കർത്താവെ എൻ്റെ അപ്പച്ച കർത്താവ് ഇത്രത്തോളം വിടിവിച്ചതിനായി നന്ദിയോട് സ്തോത്രം. യഹോവയൊന്നുകൂടി കർത്താവ് രുചിറനെക്കൊണ്ട് കർത്താവ് കൊടുത്ത സഹവാസനായ സ്തോത്രം. എൻ്റെ കർത്താവെ അപ്പ വലിയ വിലായന് വേണ്ടി കൊടുക്കേണ്ടി വന്നല്ലോ കർത്താവെ. എല്ലാത്തിനും കർത്താവിന് വലിയൊരു ഉദ്ദേശം നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. അപ്പത്തിന്റെ പൊന്നുനാമം കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയും കർത്താവെ അപ്പ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ജന്മേ അവരുടെ പഠനകാര്യങ്ങൾ അവിടെ ചെറുതും വലുതും എല്ലാ ആവശ്യത്തിന്മേലും കർത്താവിന്റെ കരം കൂടി പ്രവർത്തിക്കുന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ പ്രാർത്ഥനാ ധ്വനിയെ കർത്താവെ എൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദേവദാസന്മാരെയും പ്രത്യേകിച്ച് ബെൻസൺ ബാസിനെ കുടുംബത്തെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ദൈവനാമയുടെ ജീവിതത്തിൽ മഹത്വം എടുക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായ സ്തോത്രം. സകല മഹത്വം അങ്ങേക്കനെ സകല ഞങ്ങളുടെ ജീവിച്ച കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന പിഴ കേൾക്കുമാറാണമേ. അമേൻ. സ്തോത്രം. ആമേൻ 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 ആമേൻ. വിഷയത്തിന്മേൽ കർത്താവ് ജയം തന്ന ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൂലോകത്തിന്റെ എല്ലാ വൻകരകളിലും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും ദൈവദാസന്മാരെയും വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പല രീതിയിലുള്ള അവര് ദൈവനാമം പ്രഘോഷിക്കപ്പെടുന്നു. ആ സ്ഥലങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ശത്രു എങ്ങും പ്രവർത്തിപ്പാൻ അനുവദിക്കരുത്. നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ഹോസ്പിറ്റൽ മിനിസ്ട്രികൾ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലൊക്കെയും കടന്നുപോയി ദൈവദാസന്മാർ ആ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പലരും തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ആ രോഗികൾക്ക് കർത്താവ് ബലം കൊടുക്കുന്നതിന് വേണ്ടി ദൈവദാസന്മാർ അവിടേക്കും കടന്നു പോകുവാൻ വേണ്ട ശക്തിയും ബലവും അവർക്ക് കൂടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ജയിലുകളിലൊക്കെയും പോയി സുവിശേഷം പറയുന്ന ദൈവദാസന്മാരുണ്ട്. കർത്താവ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ അവർക്കൊരു തടസ്സവും കൂടാതെ ആ ജയിലുകളിൽ പല കുറ്റങ്ങൾ ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ വചനം കേട്ട് മാനസാന്തരപ്പെടുന്ന പല വ്യക്തികളുമുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ റോഡുകളിലൊക്കെയും പോയി പരസ്യയോഗങ്ങൾ ചെയ്യുന്നവരുണ്ട്. ആ ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പല വീടുകളിലും കയറി ഇറങ്ങി വിസിറ്റിംഗ് ചെയ്യുന്ന പാസ്റ്റർമാരും ദേവദാസന്മാരുണ്ട്. അവരെ നാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെയും വേലകൾ വെറുതെ ആയി പോകാനിടയാകാതെ വരുന്ന ദിവസങ്ങളിൽ അനേകം പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ യേശു ആരെന്ന് അറിയാത്ത പല ദേശങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെയും പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന് ബൈബിളിൽ കാണുന്ന പോലെ അനേക ഇടങ്ങളിൽ ദൈവദാസന്മാർ കടന്നു ചെന്ന് ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ, അവരുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുവാൻ കർത്താവ് ഇടയാക്കിയതിനു വേണ്ടി അവരുടെ ദൈവദാസന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, രോഗങ്ങളെല്ലാം മാറി അവർ സുരക്ഷിതരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ദൈവദാസന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അവരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയും അവരുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരിക്കും ഞങ്ങളുടെ നല്ല സ്വർഗീയ രാജാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇപ്രകാരം കർത്താവേ ഒരു പുതിയ ദിവസം കൂടി കർത്താവിടുന്ന് ദാനമായിട്ട് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല കർത്താവേ, ഈ പ്രഭാതത്തിലോ ഞങ്ങൾ കർത്താവെ വിഷയങ്ങളുമായിട്ട് അപ്പന്റെ പാദപിടുത്തോട് ഞങ്ങൾ അടുത്ത് വരികയാണ്. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെയും സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് മറുപടികളെ പകർന്നു തന്നതിനായി സ്തോത്രം. ആമേ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന നല്ല ദൈവമായിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവേ. ആമേ കർത്താവ് ദാസി പറഞ്ഞിരിക്കുന്ന വിഷയം കർത്താവേ അപ്പ സുവിശേഷ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേ കർത്താവ് സുവിശേഷകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേ കർത്താവ് വിവിധ തരത്തില് ഹല്ലേലൂയ ആമേ സുവിശേഷ പ്രവൃത്തി ചെയ്യുന്നവരെ ഹല്ലേലൂയ അപ്പന്റെ പാദപിടുത്തങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അനവധിയായ തടസ്സങ്ങളുണ്ട്. ആമേ കർത്താവെങ്കിലും കർത്താവ് തടസ്സങ്ങളെ വകവെക്കാതെ ആമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ അപ്പന്റെ നാദത്തിന് വേണ്ടി കരുതി കാവൽ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവേ ഹല്ലേലൂയ ആമേ പ്രവൃത്തി അങ്ങയുടേതാണ് കർത്താവേ. അങ്ങ് അവിടുന്ന് ചെയ്തെടുക്കുന്നതിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആമേ കർത്താവ് ടാക്സുകൾ കൊടുക്കുന്നത് മുതൽ മെഗാ ക്രൂസേഡുകൾ വരെ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. ആമേ സ്വർഗീയ രാജാവേ നാഥ, ഓരോരുത്തർക്കും കൊടുക്കുന്ന ദർശനത്തിനനുസൃതമായിട്ട് കർത്താവേ അവർ വേല ചെയ്യേണ്ടതിന് കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട് കർത്താവേ. ആമേ ജയിൽ മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട് കർത്താവേ. അവൻ പരസ്യങ്ങൾ നടത്തുന്നവരുണ്ട്. ആമേ കർത്താവ് ഭവനങ്ങൾ
ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി അമ്മേ കർത്താവിന്റെ വചനത്തെ കാലേലി ഉയർത്തുന്നവരുണ്ട് കർത്താവേ. നമ്മെ കർത്താവെ കാലേലിയ വിതയ്ക്കുന്നതൊന്നും കർത്ത വൃതാവായി പോകാതെ എല്ലാം കർത്ത തക്ക സമയത്ത് ഫലം കഴിക്കേണ്ടതിനാ അമ്മേ സ്വർഗീയ രാജാവേ അവിടുന്ന് പ്രവർത്തിക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ കർത്താവേ നാദേ കാലങ്ങളെ കർത്താവേ എതിർപ്പുകൾ അനവധിയാണ് അമ്മേ കർത്താവ്. എങ്കിലും കർത്താവേ ആമേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവേ. അങ്ങയുടെ നാമം കർത്താവേ ഹല്ലേലൂയ ആമേ സകല ജീവിതങ്ങളും കർത്താവയുടെ നാമത്തെ ഹല്ലേലൂയ ഉൾക്കൊള്ളട്ടെ കർത്താവേ. ആമേ കർത്താവേ യേശുവാണ് ക്രിസ്തു എന്ന് ഹല്ലേലൂയ, യേശുവാണ് രക്ഷകനെന്ന് ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ. ഈ ജനം തിരിച്ചറിയുവാൻ തക്കോണ് അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ ജയിലുകളിൽ കിടക്കുന്നവർ കർത്താവയുടെ വചനം കേൾക്കുമ്പോൾ അവർക്കൊരു മാനസാന്തരമായി തീരുവാനോ ആമേ കർത്ത ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായി തീരേണ്ടതിനോ ആമേ നാഥ തിരുമേനി ഇടയാക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ പരിശീലനങ്ങളൊക്കെ നടത്തുമ്പോൾ ആമേ കർത്ത കേൾക്കുന്നവർ അനവധി ആളുകളാണ്. ആമേ കർത്താവെ കേൾക്കുന്നവർ കർത്താവെ ആ വചനത്തെ കർത്താവെന്ന് ശ്രദ്ധിക്കുവാനോ അതവരുടെ ഉള്ളത്തിൽ കർത്താവെന്ന് പതിയുവാനോ ആമേ നാഥ തിരുമേനി ഇടയാക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ കർത്താവെ ഹല്ലേലൂയ ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യുന്നവര് ആമേ കർത്താവെ നാഥ കടന്നു എന്ന് കർത്താവെ ആമേ കർത്ത രോഗികളോടെ കൂടെ നിൽക്കുന്നവരോടൊക്കെയും കർത്താവെ അതിനെങ്ങനെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസ്താവിക്കുമ്പോൾ ആമേ കർത്തവർക്ക് ആന്തരികമായിട്ടുള്ള സൗഖ്യവും ആമേ കർത്ത ശാരീരികമായിരിക്കുന്ന സൗഖ്യവും കർത്ത ഉണ്ടാകട്ടെ. ആമേ സ്വർഗത്തിലെ ദൈവമോടൊന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനെ ഒരു വചനം പോലും വൃഥാവായി പോകാതെ ആമേ കർത്താവെല്ലാം കർത്താവെ ഹല്ലേലൂയ ആമേ കർത്താവ് ഫലം കഴിക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം. അതിനെ സുവിശേഷ വേലക്കാരെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. ആമേ കർത്ത കഷ്ടങ്ങളിൽ കൂടി ഭാരങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. അതിനെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കണമേ. ആമേ കർത്താവേ അത് ഓരോരുത്തരെയും എന്നവൻ ആമേ കർത്ത അങ്ങായിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. അതിനെ കാലയിൽ എല്ലാവരുടെയും കാലയിലെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല് ആമേ കർത്ത അങ്ങ് അവിടുന്ന് ഉത്തരം നൽകി കർത്ത മാനിക്കുമാറകണം. ഞങ്ങളുടെ ഞരക്കത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്നവൻ, ഞങ്ങളുടെ ദീർഘശ്വാസത്തിന്റെ അർത്ഥത്തെ പോലും ഗ്രഹിക്കുന്നവൻ അവിടുന്നായിരിക്കുക സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. അതിനെ രാവിലെ സമയത്ത് കർത്ത ഞങ്ങൾ ദൈവസന്ധയെ പ്രാർത്ഥിക്കുന്നു. അവൻ ഇപ്പോൾ നടക്കുന്ന കൺവെൻഷനുകള് ആമേ കർത്ത ഉപവാസ പ്രാർത്ഥനകള് അതിനെ VBS എല്ലാം കർത്താവെ അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമ മഹത്വത്തിനും വീഴ്ചയ്ക്കുമായി തീരട്ടെ കർത്താവെ. അവിടുന്ന് കർത്താവെ പ്രാർത്ഥനകളെ യാചനകൾ കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ശുശ്രൂഷയിലേക്ക് തടസ്സമായി നിൽക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നൈജീരിയയിലെ ചൈനയിലെ ഒക്കെയും ഒരു സ്വാതന്ത്ര്യം ദൈവനാമത്തിന് വേണ്ടി ലഭിപ്പാൻ ദൈവവേലയ്ക്ക് തടസ്സമായി നിൽക്കാതെ ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെയുള്ള പല ദൈവദാസന്മാർ ഇപ്പോഴും ജയിലിലുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ ദൈവം കാത്തു സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പല ചർച്ചകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ആ ചർച്ചകളൊക്കെയും തുറന്ന് വീണ്ടും പ്രവർത്തിക്കുവാൻ, അവിടെ ആരാധനകളൊക്കെയും നടക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന RSSകാർ, ബജ്രംഗബലി, അങ്ങനെ പല ഹിന്ദു പരിഷത്ത് പലരുണ്ട്. അവരെയൊക്കെയും കർത്താവ് സന്ദർശിക്കേണ്ടതിനായി അവർക്കൊരു മാനസാന്തരം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയം കല്ലുപോലുള്ള ഹൃദയത്തെ ദൈവം ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ആളുകളിൽ അവരും ദൈവത്തെ അറിയുന്നവരായി തീരുവാൻ, അവരും സുവിശേഷ വേലക്കാരായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതന്ത്ര്യം ഇപ്പോഴും ഭയത്തോടുകൂടെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ പലതുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം കർത്താവിന്റെ വേല വളരെ നല്ല രീതിയിൽ നടക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലല്ലോ. ദൈവവിരോധികളോട് കർത്താവ് ഇടപെടട്ടെ, അവർക്കൊരു മാനസാന്തരം കൊടുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നൈജീരിയ, തായ്ലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വഹിച്ച് ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നോർത്ത് ഇന്ത്യയിലേക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റേഴ്സിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ജയിലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടഞ്ഞു കിടക്കുന്ന ചർച്ചകളൊക്കെ വീണ്ടും പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ.
സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്വാതന്ത്ര്യത്തോടെ കർത്താവേ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഇതുമായി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസന്മാർക്ക് സ്വാതന്ത്ര്യത്തെ അവിടെ നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വാതന്ത്ര്യമില്ലാതെ കർത്താവേ ദൈവമേ വളരെ എതിർപ്പുകളുടെ മധ്യത്തിലൊക്കെയും ദൈവദാസന്മാരായിരിക്കുന്നുവല്ലോ കർത്താവേ, അവിടുന്ന് കർത്താവേ സ്വാതന്ത്ര്യത്തെ നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ, സുവിശേഷ വിരോധികളുടെ ആക്രമണം നിങ്ങൾ നിമിത്തം കർത്താവേ ദൈവമേ വളരെ പീഡനങ്ങളെ കർത്താവേ ജയിൽവാസങ്ങളൊക്കെ അനുഭവിക്കുവാൻ ദൈവമേ ഇടയായിക്കൊണ്ടിരിക്കുന്നുവല്ലോ കർത്താവേ. ദൈവമേ ആ ദേവദാസന്മാരെയും കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് ഒരു മോചനം കൊടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അധികാരികളോട് അവിടുന്ന് ഇടപെടുമാറാണ് പ്രാർത്ഥിക്കുന്നു. കല്ലുപോലെയുള്ള ഉള്ളങ്ങളെ മെഴുകുപോലെ ഉരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കലാലയങ്ങൾ കർത്താവേ നശിപ്പിക്കുവാൻ ദൈവമേ ഇടയായി തീർന്നുവല്ലോ കർത്താവേ. അറസ്റ്റിന്റെയും മറ്റും ദൈവമേ സംഘടനകളുടെയും പ്രവർത്തനം മൂലം കർത്താവേ വളരെയധികം കർത്താവേ ക്ലേശങ്ങൾ ഭാരങ്ങൾ അനുഭവിക്കുന്ന ചർച്ചകളുണ്ടല്ലോ ദൈവമേ കർത്താവേ. ദൈവമേ പൂട്ടിക്കിടക്കുന്ന ആരാധനാലയങ്ങളുണ്ടല്ലോ കർത്താവേ, ഇത്രയും വേഗം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുവാൻ ദൈവമേ വിനയും കർത്താവേ പുനഃസ്ഥാപിക്കുവാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. റഷ്യ, ചൈന, റുമേനിയ എന്നീ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നൈജീരിയക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേയുടെ എല്ലാവിടുത്തെ വചനം കടന്നു ചെല്ലുവാൻ, ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ, അനേക ഭാവികൾ മനസ്സൊന്തരപ്പെടുവാൻ, ദൈവമേ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവമേ അനേക രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വടക്കേ ഇന്ത്യയുടെ പ്രവർത്തനം ദൈവമേ പ്രദേശങ്ങളെല്ലാം കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അവിടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കർത്താവേ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ വിശാലതയെ പൊരുത്തി നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. അധികാരികളോട് അവിടുന്ന് ഇടപെടുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ. അനുകൂലമായ ഒരു കർത്താവേ അന്തരീക്ഷം ഉണ്ടാകുവാൻ സാഹചര്യത്തെ അവിടുന്ന് നൽകുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വേല വിശാലപ്പെടുവാൻ ദൈവമേ അനേക ആത്മാക്കളാവും ദൈവമേ ആദായമായി തീരുവാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ അതിവേഗം വചനം അയച്ചു കർത്താവേ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതനയും കേട്ടിരിക്കായി സ്തോത്രം. സാലുവേശു കൃഷ്ണത്തിൽ അപേക്ഷിക്കുന്നവരിനോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമേൻ. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ അനിഷ്ട സംഭവങ്ങൾ, തെറ്റിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ അനുദിനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങള് മയക്കുമരുന്നിന്റെ അടിമയിൽപ്പെട്ട് അവരുടെ പഠിത്തമെല്ലാം അവരുടെ ബ്രെയിനൊക്കെയും തകരാറിലായി ഡിപ്രഷൻ മൂലമായിരിക്കുന്ന പല കുഞ്ഞുങ്ങളുമുണ്ട്. ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ പലരും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു വിടുതൽ അവർക്ക് ലഭിക്കുന്നില്ല. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മയക്കുമരുന്നിന്റെ അടിമയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ വേറൊരു മാതാപിതാക്കൾ പോലും ഇപ്പോൾ കണ്ണുനീരിലാണ്. ആ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി അവര് ഭ്രാന്ത് പോലെയായി അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മയക്കുമരുന്നും മദ്യപാനവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പഠിച്ച് അവരെ ജോലിക്ക് വേണ്ടി വിദേശങ്ങളിലൊക്കെ കടന്നുപോയിട്ട് അവർക്ക് അവിടെ ജോലി ലഭിക്കാതെ മടങ്ങി വരുന്ന അവസ്ഥയുണ്ട്. പലരും ഇപ്പോൾ മടങ്ങി വന്ന് വളരെ കഷ്ടത്തിലായിരിക്കുന്നു. ലോണൊക്കെയും എടുത്ത് ഒത്തിരി പൈസയൊക്കെ മുടക്കി കടന്നു പോയതാണ്. എന്നാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടാതെ, പഴയ അവസ്ഥയല്ല ഇപ്പോൾ എല്ലാ ദേശങ്ങളിലും ജോലിയൊന്നും കിട്ടത്തില്ല. അവരവിടെ ചെന്ന് തിരക്കി പിടിച്ച് ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ അവർ മടങ്ങി വരുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നിരാശപ്പെടരുത്. അവരുടെയൊക്കെയും ഭാവി ജീവിതം
അനുഗ്രഹമായി തീരുവാൻ വിദേശങ്ങളിലൊക്കെയും പോകുന്നവർ അവർക്ക് ഉടൻ തന്നെ ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ച് മദ്യപാനത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ദൈവം വിടുവിക്കണം. ജോലിക്ക് വേണ്ടി വിദേശങ്ങളിലൊക്കെയും പോയിട്ട് തിരിച്ച് നിരാശയോടെ മടങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ ദുഃഖിതരായിരിക്കുന്നു, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ഇതിനൊക്കെയും ഒരു സമാധാനം അയക്കുന്നതിന് വേണ്ടി, അവർക്ക് ഒരു വിടുതൽ അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ശ്രദ്ധയോടെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും ഇല്ലാത്തതുമായ പ്രഭാതത്തിനാട് ഞങ്ങളെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. വീണ്ടും അങ്ങയുടെ പാദപീഠത്തിന് 7 അടിയങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ തന്ന ഭാഗ്യത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയനെ സമ്പൂർണ്ണമായ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാടിയുടെ ജീവിതത്തിലെ കുറവശങ്ങളെല്ലാം ക്ഷമിക്കണമേ. വിശുദ്ധ രക്തത്തോടെ നന്നായി കഴുകി ശുദ്ധീകരണം പറഞ്ഞ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കേരള സംസ്ഥാനത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാടെന്ന കർത്താവെ കീർത്തിച്ച് രാമൻ ഹലേ സംസ്ഥാനം ഇപ്പോൾ കർത്താവെ ദൈവമേ, വേദ കർത്താവെ വിഷയങ്ങളിലൂടെ ഭാരപ്പെട്ട് കടന്നു പോകുന്ന അവസ്ഥയാണ് അപ്പച്ച. അതിന്റെ മേൽ ദൈവത്തിന്റെ കരം നീട്ടണതിന് അടികൾ അങ്ങോട്ട് യാചിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. യഹോവയെ അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുത്. ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അപ്പച്ച ദൈവമേ, വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സ്തോത്രം. അനേകം തലമുറകൾ കർത്താവെ ഇന്ന് ദൈവമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കർത്താവെ. മാതാപിതാക്കൾ ചെറുപ്രായം മുതൽ കർത്താവെ വളർത്തി വലുതായി കർത്താവെ അവരുടെ ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുമ്പോൾ അപ്പച്ച സ്തോത്രം ഹല്ലേലൂയ നഷ്ടമായി കൊണ്ടിരുന്ന അവസ്ഥയില് മാതാപിതാക്കൾ വളരെയധികം വേദനയാൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. ദൈവം അതിനൊക്കെ ഒരു വിടുതലയക്കുമാറാകണമേന്ന് അടിയങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. അനേക കുഞ്ഞുങ്ങളെ കർത്താവെ ലോകമോഹങ്ങളിലേക്ക് വഴുതി വീണ് അവരുടെ ആയുസ്സുകൾ ദൈവമേ ആണ്ടിറങ്ങുന്ന അവസ്ഥയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ഇതിന്മേൽ ഒരു വിടുതലയക്കുമാറാകണമേ കർത്താവെ. അങ്ങേക്കല്ലാതെ മറ്റു ഒരു ശക്തിക്കും സാധ്യമല്ല, എന്റെ പിതാവിനല്ലാതെ സാധ്യമല്ല കർത്താവ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ സകലത്തെയും ദൈവമേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ശക്തിയുണ്ടല്ലോ. ആകയാൽ തൃപ്പാദങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥന ദൈവമേ കുഞ്ഞുങ്ങളുടെ ദൈവമേ ഹല്ലേലൂയ ഇന്നൊരു വിടുതൽ പ്രായപ്പൻ ദൈവം സഹായിക്കണമേ. ലോകമോഹങ്ങളിലേക്ക് ദൈവമേ വഴുതിപ്പോയല്ലേ, ആകാത്ത കൂട്ടുകെട്ടുകളിലെ ആകാത്ത ചിന്തകളിലെത്തിയും കടന്നവനിടെ വരുത്തില്ലേ കർത്താവ്. ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവമേ, ദൈവമായിരുന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ ദൈവം അതിലേക്ക് മടങ്ങി വന്ന് ജ്ഞാനത്തോടെ അങ്ങേ സേവിപ്പാൻ ദൈവമേ കൃപ കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവം ഇതിൽ വലിയൊരു മാഫിയായിട്ട് കർത്താവെ സംസ്ഥാനത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നപ്പാ. മാതാപിതാക്കളെ രക്തബന്ധത്തെ കർത്താവ് സഹോദരവർഗങ്ങളെ തിരിച്ചറിയാൻ മേലാതെ കർത്താവെ ആയി തീർന്നിരിക്കുന്ന അവസ്ഥയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം. ദൈവം അതിന്റെ വിടുതലയക്കണമേ എന്നിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അതിനായിട്ട് കർത്താവെ ദൈവ തലമുറകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇടപെടണമേ. ദൈവം ഒന്ന് സംസാരിക്കണമേ. അവരുടെ ദൈവമേ മനസ്സിനെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ മനസ്സിനോട് ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിഷയത്തെ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ മദ്യപാനത്തിന് ജന്മപ്പെട്ടവരുണ്ട് കർത്താവെ, അത് ഇതുപോലെ ശാസ്ത്രകോളത്തിലുള്ളവരുണ്ട് കർത്താവെ. ദൈവത്തെ കണ്ടുമുട്ടിയ സഹോദരന്മാർ അനേകരുണ്ട് കർത്താവെ. ദൈവം അവരോടും ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തെ കണ്ടുമുട്ടിട്ടും കർത്താവ് ജാതികളെ കഴിഞ്ഞ് കഷ്ടമായുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന അനേക സഹോദരന്മാരുണ്ട് കർത്താവെ. ദൈവം അതുമൂലം കർത്താവെ ദൈവമേ കുടുംബത്തിൽ വളരെ വസ്തുതകള് ആത്മീയമായിട്ട് ഉണരുവാൻ കഴിയാതെ വണ്ണമൊക്കെയും ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട് കർത്താവെ. എന്റെ പിതാവ് എല്ലാം അറിയുന്നുണ്ടല്ലോ ദൈവമേ. ഹല്ലേലൂയ. ആകയാൽ തൃപ്പാദങ്ങളെ ക്ഷേമിപ്പിക്കുന്നു. അതിന്മേലും ദൈവം ഒരു മറുപടി കൊടുത്ത് സഹായിക്കണം. അതിനൊരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സന്തോഷം ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ തലമുറകളെല്ലാം ദൈവം വീണ്ടെടുക്കുവാൻ ഇടയാകണമേ കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ ജോലിക്ക് വേണ്ടി കർത്താവ് വിദേശങ്ങളിലേക്ക് കടന്നുപോയ അനേകം കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ജോലി പ്രതീക്ഷിക്കമേ കടന്നുപോയെന്നാൽ ജോലിയില്ലാതെ ഭാരപ്പെട്ട ദൈവമേ ആയിത്തീരുന്ന അവസ്ഥകളുണ്ട് കർത്താവെ. വീണ്ടും ദൈവമേ പ്രതീക്ഷയോടെ കടന്നുപോയ പ്രതീക്ഷ മങ്ങി വീണ്ടും ദൈവമേ മടങ്ങി വരുന്നൊരവസ്ഥയിലേക്ക് ദൈവമേ ആയിരിക്കുന്നു. അതിനൊന്നും ഇടവരുത്താതെ കർത്താവെ പോയ സ്ഥലങ്ങളിൽ ദൈവമേ നിശ്ചയത്തോടെ ദാഷ്ട്യത്തോടെ ദൈവം നിൽപ്പാൻ ദൈവം ഇടയാകണം. ഉറപ്പുള്ളവരായി നിൽപ്പാൻ ഇടയാകണമേ കർത്താവ്. ജോലിയിൽ ലഭിച്ച
കുടുംബത്തിന് ദൈവമേ ഒരു അനുഗ്രഹമായ തീരുവാൻ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്നുണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കണം. അതിനേക്കാൾ ഉപരിയായ ദൈവമേ ദൈവത്തിന്റെ വചനം ദൈവമേ ഹാലിലെ ഹൃദയത്തിന്റെ മാംസഫലകിൽ എഴുതിയത് ധ്യാനിച്ച് ദൈവമേ ദിവസം വിട്ടെടുത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ മാതാപിതാക്കൾ ദൈവമേ കാണിക്കുന്ന പാത ദൈവമേ പിൻപറ്റി കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന ദിവസങ്ങൾ അനേകം ദൈവദാസന്മാർ കർത്താവെ അനേകം പട്ടണങ്ങളൊക്കെയും ദൈവമേ സ്തോത്രം സുവിശേഷം ദൈവമേ അറിയിക്കുമ്പോൾ അതിലേക്കൊന്ന് മനസ്സ് ചായിക്കുവാൻ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുവാൻ ദൈവമേ ഓരോ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ദൈവം മുന്നോട്ട് പോകാൻ ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്ന ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് മാത്രമല്ല കർത്താവേ ഈ സംസ്ഥാനത്ത് ദൈവമേ ഹല്ലേലൂയ ദൈവമേ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ഒരു ഭാവി എല്ലാം ദൈവം അനുഗ്രഹിക്കപ്പെടണമേ കർത്താവേ. ആരും നഷ്ടപ്പെട്ടു പോകാനായിട്ട് വരത്തില്ല കർത്താവേ. അനേകന്മാരെ കർത്താവേ കഷ്ടത്തിലായിരിക്കുന്നുണ്ട് കർത്താവേ, വേദനയാൽ ദൈവം അതിന്മേൽ ഒരു മറുപടി കൊടുത്ത് സഹായിക്കണമേ. നഷ്ടപ്പെട്ടവരെല്ലാം ദൈവം മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവിക സഹായത്തോടെ മറക്കണമേ കർത്താവ്. വിഷയത്തിന്മേൽ ദൈവം അത്ഭുതകരം നേടി വിടുവിച്ചെടുത്തതിനാൽ സ്തോത്രം ചെയ്ത് കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം, മറുപടി തന്നിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ വിഷയത്തിന്മേൽ കർത്താവ് ജയം തന്നിരിക്കാൻ ദൈവത്തിന് ഒന്നുകൂടി സ്തോത്രം ചെയ്യാം. വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യമായി നമ്മള് നേരത്തെ ഒരു രാജു വിൽസൺ പാസ്റ്റർ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നല്ലോ, ഇങ്ങനെ ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. ആ പാസ്റ്റർ ഇന്നലെ വൈകുന്നേരം 5:30 ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദൈവദാസിയെയും കുഞ്ഞുങ്ങളെ ഓർത്ത് അവർക്ക് ദൈവം ആശ്വാസം കൊടുക്കേണ്ടതിന് വേണ്ടി ഇനിയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം തക്ക സമയത്ത് എല്ലാം നിറവേറ്റി കൊടുത്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവരായിരിക്കാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. പേര് വെളിപ്പെടുത്തുന്നില്ല. നമ്മുടെ ഒരു മോന്, നമ്മുടെ ഒരു സ്നേഹിതന്റെ മോനാണ്. അവന്റെ വിവാഹം കഴിഞ്ഞു. വിദേശത്ത് ജോലിയായിരുന്നു ആ മോനെ. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴങ്ങനെ അല്പമായ മാനസികമായ പ്രയാസത്തിൽ കൂടി അവർ കടന്നു പോകുന്നു. ഫാമിലിയിലും അല്പമായ പ്രയാസം അത് കാരണം ഉണ്ടായി. ദൈവം എത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ മേൽപ്പതും പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ രാജു പാസ്റ്ററിന് ഈ ലോകം വിട്ട് കടന്നുപോയി. കർത്താവിന്റെ ഹിതം അങ്ങനെയായിരുന്നു. ആ ഭവനത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു പ്രയാസവും ആ ഭവനത്തിൽ ഉണ്ടാകരുത്. കർത്താവ് അവർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മകൻ ജോലിക്ക് വേണ്ടി വിദേശത്ത് കടന്നുപോയി, അവന്റെ ജോലി നഷ്ടപ്പെട്ടു. അത് എങ്ങനെയായിരുന്നു നമ്മൾ അറിയുന്നില്ലെങ്കിൽ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്രയും വേഗം വേറെ ജോലി ലഭിക്കാൻ കർത്താവിടെയാക്കുന്നതിന് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും നന്ദി നിറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ രാത്രിക്കാലം ഞങ്ങളെ ഏവരെ അതിശയമായി സ്വർഗീയ പിതാവ് കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹാർട്ട് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ട കർത്താസൻ പ്രവേശിച്ചിരിക്കുന്നല്ലോ ദൈവമേ. ദുഃഖത്തിലായിരിക്കുന്ന ഫാമിലിയെ കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾമാർക്ക് കർത്താവ് വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, ജോലി നഷ്ടപ്പെട്ടു പോയ കർത്താവെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്ക സമയത്ത് ഒരു വഴിയും വാതിലും തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും പെട്ടെന്ന് ഒരു വഴിയും വാതിലും തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കയാൽ സ്തോത്രം. മറുപടി നൽകി തന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയായിട്ട് ഈ 2 വിഷയത്തിന്മേലും അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. സമയം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാനും കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ വിഷയങ്ങളും അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്ന പല വിഷയങ്ങളുണ്ട്. സമയമില്ലാത്തതിനാലൊന്നും
വിഷയങ്ങൾ പറയുന്നില്ല. കർത്താവ് എല്ലാവരുടെയും വിഷയം കർത്താവിന്റെ സന്നയിലെത്തിയിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം, കർത്താവ് നമുക്ക് മറുപടി തരും. നമ്മുടെ ആയിരിക്കുന്ന പലർക്കും പല വിഷയങ്ങളുണ്ട്, മറുപടി ലഭിക്കാത്ത വിഷയങ്ങളുണ്ട്. അതിന്റെ മേലെല്ലാം കർത്താവ് ജയം തരും. ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ച ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വിരമിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ഹല്ലേലൂയ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായിട്ട് ദൈവദാസിയെ ഹല്ലേലൂയ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അവരുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവനാമം മഹത്വം എടുക്കുവാൻ ഹല്ലേലൂയ ഇടയാകട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന ധ്വനി ഹല്ലേലൂയ പ്രഭാതത്തിൽ ആരംഭിച്ചതായ ഹല്ലേലൂയ ഈ പ്രാർത്ഥന ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ അനേകർക്ക് ഹല്ലേലൂയ വിടുതലിനായി തീരുവാനായിട്ട് ഹല്ലേലൂയ വിടുതലിന്റെ ശുശ്രൂഷ ആകട്ടെ. ഹല്ലേലൂയ അതുമൂലം ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ കർത്താവിന്റെ നാമം ഉയർത്തുന്ന ഹല്ലേലൂയ നല്ല മിഷണറിമാരായി തീരുവാനായിട്ട് കർത്താവിന്റെ ജീവന്റെ സുവിശേഷം എല്ലായിടത്തും അറിയിക്കുവാൻ ദൈവം അവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതായിരിക്കട്ടെ നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. ഇന്ന് പകൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ചെറിയ ചിന്ത ഹല്ലേലൂയ ഇന്ന് ലോകം മൊത്തം ഹല്ലേലൂയ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു ജീവിതങ്ങളാ എല്ലായിടത്തും നയിക്കുന്നത്. ഹല്ലേലൂയ ആത്മാർത്ഥമില്ലാത്ത ജോലിക്കാർ, ആത്മാർത്ഥമില്ലാത്ത ജീവനക്കാർ, ആത്മാർത്ഥതയില്ലാത്ത ഹല്ലേലൂയ ഒരു ജീവിതങ്ങളാണ് ഇന്ന് ലോകം മൊത്തം നടക്കുന്നത്. ഹല്ലേലൂയ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ അതിന്മേലെല്ലാം ഒരു വിജയം നേടുവാൻ, അതിന്മേൽ ജയം നേടുവാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹല്ലേലൂയ ഏറ്റവും മുഖമുദ്ര നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ ദൈവസന്നിധി നിലനിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഹല്ലേലൂയ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. എൻ്റെ വിഷയങ്ങൾക്കപ്പുറമായി ഹല്ലേലൂയ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ നല്ല പ്രത്യാശയോടെ. അതുകൊണ്ട് നമുക്ക് അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 13 ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമുക്ക് സുപരിചിതമായ ഹല്ലേലൂയ ഒരു വേദവാക്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദവാക്യമാണ്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പ്രിയ ദൈവമക്കളെ, ഇതില് സ്നേഹമാണ് ഹല്ലേലൂയ ഏറ്റവും വലുതെന്ന് പറയുന്നു. ഹല്ലേലൂയ ഈ മൂന്നും നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആത്മാർത്ഥമായി നമ്മുടെ ദൈവത്തോടുള്ള ഒരു സ്നേഹം വേണം. ഹല്ലേലൂയ ആത്മാർത്ഥമായ ഒരു സ്നേഹം. ഹല്ലേലൂയ ഈ നമ്മുടെ ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ എന്നാൽ ഈ മൂന്ന് നിലനിൽക്കും. പൂർണ്ണമായ ഹൃദയം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒന്ന് സ്നേഹത്തിൽ. ഹല്ലേലൂയ നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം ഹല്ലേലൂയ 6-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനങ്ങൾ എങ്ങനെയാണ്? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാവുന്നു, യഹോവ ഏകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഹല്ലേലൂയ എങ്ങനെയാണ്? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാവുന്നു, യഹോവ ഏകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് പകൽ ഹല്ലേലൂയ എൻ്റെ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ? ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവർക്കായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ സ്നേഹത്തിലായിരിക്കണം. ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കാവുന്നതാണ് ഹല്ലേലൂയ സ്നേഹം. ഹല്ലേലൂയ പൂർണ്ണമായ സ്നേഹം. ഇന്ന് സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ വളരെ ചുരുക്കമായി ചില പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. ആരുടെയും എന്താണ് സ്നേഹമെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ നാം എവിടെ ചെന്നാലും കപടമില്ലാത്തൊരു സ്നേഹമായിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം നമ്മുടെ ദൈവത്തോടുള്ളതായ ചലഞ്ചലമായ ഒരു സ്നേഹമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ സ്നേഹത്തിൽ. ഹല്ലേലൂയ ഒന്ന് സ്നേഹത്തിലായിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ പൂർണ്ണമായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഒന്ന്
ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, പൂർണ്ണ ഹൃദയ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇന്ന് രണ്ടാമതായിട്ട് അനുസരണത്തിൽ, ഹല്ലേലൂയ, നാം ആത്മാർത്ഥതയോടെ അനുസരണത്തിലായിരിക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. നമ്മുടെ സങ്കീർത്തനക്കാരൻ 119:2 പറയുകയാണ്, ഹല്ലേലൂയ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഇന്നൊരു പകൽക്കാലം നിഷ്കളങ്കരായി, ഹല്ലേലൂയ, നടപ്പിൽ, ഹല്ലേലൂയ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാര്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അനുസരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു യാഗമാണ്. ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അവന്റെ പാതകളിൽ, ഹല്ലേലൂയ, ദൈവത്തോട് ആലോചനകൾ ചോദിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ പാതയിൽ നടക്കുമ്പോൾ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളിലും, ഏത് രോഗത്തിലും, ഹല്ലേലൂയ, ഏത് വീഴ്ചയിലും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രിയ ദൈവമക്കളെ, 2, ഹല്ലേലൂയ, അനുസരണത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അനുസരണത്തിലാണോ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? ഹല്ലേലൂയ. നല്ല പ്രത്യാശ കിട്ടണമെങ്കിൽ, ഹല്ലേലൂയ, നല്ല വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, നാം സ്നേഹത്തിലായിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നല്ല അനുസരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്കും പരാജയമാകുന്നത് പലപ്പോഴും ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ല. അത് സ്നേഹത്തിലൂടെ ആകുന്നില്ല. ഹല്ലേലൂയ. അത്, ഹല്ലേലൂയ, നമുക്ക് പല സമയങ്ങളിലും നമുക്ക് പ്രയാസം ഉണ്ടാകുന്നതാണ് അനുസരണം. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, അതുകൊണ്ടാണല്ലോ ഈ തലമുറകളെല്ലാം, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു ദൈവസ്നേഹമില്ല, ഹല്ലേലൂയ, മാതാപിതാക്കളോട് ഒരു സ്നേഹമില്ലാത്ത പോകുന്നതിന്റെയൊക്കെ ഒരു കാരണം, ഹല്ലേലൂയ, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ, ഹല്ലേലൂയ, ദൈവത്തിന് കൊടുക്കുന്നത്, ഹല്ലേലൂയ, സ്നേഹത്തിലാണോ? ഹല്ലേലൂയ. 2, ദൈവത്തോടുള്ള അനുസരണത്തിലാണോ? 3, ആശ്രയം. ഹല്ലേലൂയ. നാം ആശ്രയിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഒരു വിഷയം വരുമ്പോൾ മാത്രം നാം ആശ്രയിക്കാതെ, ഹല്ലേലൂയ, ഒരു പ്രയാസം വരുമ്പോൾ മാത്രം നാം ദൈവത്തിൽ ആശ്രയിക്കാതെ, എന്റെ മരണം വരെയും, ഹല്ലേലൂയ, അങ്ങയെ എതിരേൽക്കുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ അങ്ങയെ എതിരേൽക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനായി തീരുവാൻ, ഹല്ലേലൂയ, ഒരു ആശ്രയമാണ്. ഹല്ലേലൂയ. ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ആ നല്ലൊരു ആശ്രയം, യേശുവിലല്ലാതെ എനിക്ക് ആശ്രയിപ്പാൻ വേറെ ആരുമില്ല. ലോകം മാറും. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടുപോകുവാൻ, ഹല്ലേലൂയ, ലോകത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ഹല്ലേലൂയ, ആശ്രയിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ, ഹല്ലേലൂയ, പൂർണ്ണ മനസ്സോടെ, ഹല്ലേലൂയ, സ്നേഹത്തിൽ ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. സദൃശവാക്യം, ഹല്ലേലൂയ, സദൃശവാക്യം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 3:5 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എന്റെ ആശ്രയം എന്റെ യേശുവിലാണ്. ഹല്ലേലൂയ. ആരെന്തു പറഞ്ഞാലും, ഹല്ലേലൂയ, ആരെ എന്റെ, ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തെ മടുപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും, ഹല്ലേലൂയ, ഞാൻ എന്റെ ആശ്രയം എന്റെ യേശുവിലാണ്. ഹല്ലേലൂയ. എന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ, ഹല്ലേലൂയ, ഏത് കാര്യവും ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ, ഹല്ലേലൂയ, അവസാനം ഭംഗിയായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഉത്സാഹം, ഹല്ലേലൂയ, പെട്ടെന്നായിരിക്കും ഉത്സാഹം വരുന്നത്. ഹല്ലേലൂയ. ആദ്യം ചാടി എല്ലാം ചെയ്യും. ഹല്ലേലൂയ. പിന്നെ അതിന്റെ അവസാനം വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു നിരാശയുടെ അനുഭവമാണ്. ഏത് ഒരു ദൈവ പൈതലോ, ഹല്ലേലൂയ, വ്യക്തിയോ ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുന്ന ഒരു കാര്യം, ഹല്ലേലൂയ,
ദൈവം അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആഗമനത്തെയും ഗമനത്തെയും അറിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ കാര്യങ്ങൾക്ക് നമ്മുടെ പാതകളെ അവൻ നേരെയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളും അവന് നനച്ചുകൊള്ള. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. അന്ന് നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1 സ്നേഹത്തിൽ, 2 അനുസരണത്തിൽ, 3 ആശ്രയത്തിൽ, 4 പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുമ്പോൾ ഹല്ലേലൂയ നല്ല പ്രത്യാശയോടെ ഹല്ലേലൂയ നമ്മുടെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ പ്രാർത്ഥനയെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാകട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവർക്കൊരു വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, അനുസരണത്തോടെ വിശ്വാസത്തോടെ ഹല്ലേലൂയ ആശ്രയം എന്റെ യേശുവിലെന്ന് വിശ്വസിക്കുവാൻ ഹല്ലേലൂയ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പകൽക്കാല ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ആമുഖത്തിൽ നമുക്ക് പ്രഭാതത്തിൽ ഇങ്ങനെ കടന്നു വരികയും ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ല, വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എനിക്കും ഒരു ആശ്വാസവും വിടുതലും കിട്ടിയ ഒരു പ്രാർത്ഥനാ ധ്വനിയിൽ നിന്ന് എനിക്കൊരു ആശ്വാസവും വിടുതലും കിട്ടിയതാണ്. ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ അനുസരണത്തോടെ ഹല്ലേലൂയ സ്നേഹത്തിൽ ആശ്രയത്തിൽ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നല്ല പ്രത്യാശയോടെ ഹല്ലേലൂയ ആകിയാൽ ഹല്ലേലൂയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രിയ ദൈവമക്കൾ, ഇത് നിലനിൽക്കണമെങ്കിൽ നാം ദൈവത്തോട് ആത്മാർത്ഥതയോടെ നിൽക്കുവാൻ ഹല്ലേലൂയ നല്ല സ്നേഹത്തിൽ ഹല്ലേലൂയ നല്ല അനുസരണത്തിൽ നല്ല ദൈവ ആശ്രയത്തിൽ ഹല്ലേലൂയ നല്ല പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ദൈവനാമ മഹത്വം എടുക്കുന്ന കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ വചനത്താൽ നിങ്ങളെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ആശീർവാദം പറയുവാനായിട്ട് ദൈവദാസൻ മാത്യു ജോണിനെ ക്ഷണിക്കുക. മാത്യു ജോണാണോ തോമസ് ജോണാണോ പാസ്റ്റർ? കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു, പാട്ടുകൾ പാടി, എണ്ണി സ്തുതിപ്പാൻ എണ്ണമില്ലാത്ത നന്മകളാൽ കർത്താവ് നീ ഞങ്ങളെ നടത്തുന്ന വഴികൾ ഓർത്ത് രാവിലെ പാടുവാനും എനിക്ക് ഒത്തിരി വിഷയങ്ങൾ ഓർത്ത് അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. നന്ദി യേശു. താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് ഞങ്ങൾ മനു തോമസിന് വേണ്ടി കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ കർത്താവ്, ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിഷയങ്ങൾ കർത്താവ്, അതുപോലെ മിനിസ്ട്രേഷന്റെ വിഷയങ്ങൾ, അനേക വിഷയങ്ങൾ പിന്നെ ഉണ്ട് കർത്താവ്. പലരും വന്ന് കർത്താവ് ഇതെല്ലാം എന്ന് പറയണമെന്നുള്ള പ്രയാസത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാ ഹൃദയം നീ അറിയുന്നു കർത്താവ്. വേദനകളും ഞെരുക്കങ്ങളും നീ അറിയുന്ന കാര്യങ്ങളെ കേൾപ്പിക്കുന്നു. ബിന്ദുകൃഷ്ണ പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണേ. ലേഡീസ് മീറ്റിംഗ് ഒക്കെ കർത്താവ് ലീഡ് ചെയ്യുവാനും എണ്ണീറ്റ് കർത്താവ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ ബലപ്പെടുന്നു. കാലുകളെ ബലപ്പെടുന്നു, കൈകളെ ബലപ്പെടുന്നു കർത്താവ്. സംഭാഷണമായി സ്തോത്രം. കർത്താവ് സഹായിക്കണേ. കർത്താവ് അവസാനമായി ദൈവനെ പറഞ്ഞ ദൈവാസനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് അനേകം കേൾക്കുന്നുണ്ട്. നാളെ വസ്തുമായിട്ട് ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഞങ്ങളത് കർത്താവ് അത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന്
ഞങ്ങളെ തന്നെ ഒന്ന് പുനഃചോദിപ്പാൻ സഹായിക്കണേ. ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ദൈവവചനം, അത് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്ന ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണേ. ദുഷ്ടന്മാരാലോചന പ്രകാതെയും ഭാവിയിൽ വഴി നിൽക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവാത്മാവ് ഞങ്ങളോടൊക്കെയും സംസാരിച്ചു, ഇന്ന് രാത്രിയും സംസാരിച്ചു. കർത്താവ് കഴിഞ്ഞ 99-98 മീറ്റിങ്ങൾ ഞങ്ങൾ അനേക വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് വിടുതൽ തന്നു. കർത്താവ് പ്രത്യേകിച്ച് ആ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ആ സഹോദരന്റെ, കർത്താവ് പാഷന്റെ ദുഃഖത്തിലായിരിക്കുന്ന സഹോദരിയും കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണേ. തുടർന്നും കർത്താവ് എല്ലാവരും ബലപ്പെടും. നാളെ കാണും വരെ ഒരു സൂക്ഷിച്ചാൽ തുടർന്ന് എല്ലാവരെയും സഹായിക്കും. ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പം ദൈവാസന്മാരൊക്കെയും വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സഹായിച്ചാട്ടെ. ആന്ധ്രയിലെ കർത്താവ് ഒരു ദൈവദാസന്റെ അവസ്ഥ ഞങ്ങൾ കണ്ടു. കർത്താവ് ദൈവദാസന്റെ കുടുംബത്തെ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ദൈവദാസന്മാർ അനേകം കഷ്ടതയും കൂടെ കടന്നു പോകുന്നു, വേദനയോട് കടന്നു പോകുന്നു, ജയിലിലായിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ, തലമുറ വിഷയങ്ങളൊക്കെ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. കർത്താവ് സഹായിക്കണം. ഈ രാവിലെ ഞങ്ങളുടെ കർത്താവിന്റെ മുത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവ് സഹായിക്കണം. ദൈവം വ്യാപിച്ചാട്ട് തുടർന്നും സഹായിച്ചാട്ടെ. മാനവത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ റൂഹായുടെ സംബന്ധവും നമ്മളെല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനകളുടെ വിഷയങ്ങളോട് ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പുന്നമ്പാസെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിലെ യുഎയിലെ സമയം 3 മണിയായപ്പോഴാണ് പ്രിയ ദേവദാസൻ ജോയിൻ ചെയ്യാനിടയായത്. ഒരു രാത്രി 2 മണി വരെയും ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാനിടയായത്. കർത്താവിന്റെ ദാസന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ, മധ്യസ്ഥ പ്രാർത്ഥന തേടിയതായ പ്രിയ സാറാമ സിസ്റ്റർ, എല്ലാ പ്രാർത്ഥനാ സഹായികളും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശനിയാഴ്ച നമ്മുടെ പ്രഭാത പ്രാർത്ഥന 100ാമത്തെ ദിവസത്തേക്ക് പ്രവേശിക്കുകയാണല്ലോ. എല്ലാവരും ആ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളും എല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചല്ലോ. കർത്താവ് വീണ്ടും വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പി ഡി തോമസ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. രാജ്കോട്ടെ മാത്യുച്ചാൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. നടുവിന് വേദന ഉണ്ടെങ്കിൽ കുറച്ച് നടുവിന് വേദന ഉണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല മഹസംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം, വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം, വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എന്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല മഹസംഗമം,